മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കേസിസ് എന്ന പഠന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹം നിറഞ്ഞവരെ, ഈ പുതിയ എപ്പിസോഡിൽ പഴയ നിയമഗ്രന്ഥത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളെ പറ്റിയാണ് നാം പഠിക്കുവാനായി പരിശ്രമിക്കുക. ഒരുപക്ഷെ പഴയ നിയമത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയും മനുഷ്യജീവിതത്തെ സ്പർശിക്കുന്നതുമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ് പ്രവചന ഗ്രന്ഥങ്ങളിൽ നാം കാണുക. പഞ്ചഗ്രന്ഥി, ചരിത്ര പുസ്തകങ്ങൾ, ജ്ഞാനഗ്രന്ഥങ്ങൾ, പ്രവചന ഗ്രന്ഥങ്ങൾ എന്ന് നാലായി തിരിച്ചിരിക്കുന്നുവെന്ന് നമുക്കറിയാം. അതിലവസാനത്തെ ഭാഗമാണ് പ്രവചന ഗ്രന്ഥങ്ങൾ. ക്രിസ്ത്യാനികൾ വളരെയേറെ വായിക്കുകയും മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവചന ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള അടിസ്ഥാനപരവും ആഴവുമായ പരിജ്ഞാനം പുതിയ നിയമത്തെ മനസ്സിലാക്കുവാനും പുതിയ നിയമത്തിലൂടെ വെളിവാകുന്ന രക്ഷാകര ചരിത്രത്തെ മനസ്സിലാക്കുവാനും വളരെയേറെ ആവശ്യമായതും പ്രധാനപ്പെട്ടതുമാണ്. സ്നേഹം നിറഞ്ഞവരെ, പ്രവാചക ഗ്രന്ഥങ്ങളെപ്പറ്റി, പ്രവചനത്തെപ്പറ്റി നമുക്ക് വ്യത്യസ്തമായ അറിവുകളും ചിന്താഗതികളും വെച്ച് പുലർത്തുന്നവരാണ്. ദൈവത്തിൻ്റെ വെളിപാട് പ്രവാചകന്മാരിലൂടെ ലഭിക്കുന്ന വളരെയേറെ അനുഭവങ്ങളും അറിവുകളും ദർശനങ്ങളുമൊക്കെ പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യാം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നുവല്ലോ രാജഭരണ കാലഘട്ടവും വിപ്രവാസ കാലഘട്ടവും വിപ്രവാസാനന്തര കാലഘട്ടവും. അവയെപ്പറ്റിയാണ് നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ തുടർച്ചയായി പ്രവചന ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള ആഴമായ ചിന്തയിലേക്കും അറിവിലേക്കും നമുക്ക് കടന്നു പോകാം. പ്രവാചകന്മാർ അല്ലെങ്കിൽ പ്രവചനങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിന് മാത്രം സ്വന്തമായിരുന്നതല്ല, മറിച്ച് പൗരസ്ത്യ ദേശത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ മറ്റു ജാതികളിലും മധ്യപൂർവ്വ ഏഷ്യയിൽ മറ്റു മതങ്ങളിലുമൊക്കെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായവും ഒരു രീതിയുമായിരുന്നു പ്രവാചകന്മാരും പ്രവചനവും. സിറിയ, പാലസ്തീൻ, അനാത്തോലിയ, മെസൊപ്പൊട്ടോമിയ, ഈജിപ്ത് എന്നീ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളും ചരിത്രവുമൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ പ്രവാചകന്മാരുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും മറ്റ് മതങ്ങളുടെ ചരിത്രത്തിലുമൊക്കെ പ്രവാചകന്മാരെയും പ്രവചനങ്ങളെയുമൊക്കെ നമുക്ക് കാണാനാവും. രണ്ടു തരത്തിലാണ് പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ പ്രവാചകന്മാരെ നാം കാണുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പ്രവാചകന്മാരെ പഴയ നിയമഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നിന്നും നാം മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യുന്നു. രണ്ടർത്ഥത്തിലാണ് പ്രവാചകന്മാരെ പറ്റി വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പ്രതിപാദിക്കുക. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എക്സ്റ്റാറ്റിക് പ്രോഫറ്റ്സ് ആണ്. അതീന്ദ്രിയ, അതിഭൗമിക സ്വഭാവങ്ങളോടുകൂടിയ വ്യത്യസ്തരായ ചില പ്രവാചകന്മാരെ പഴയ നിയമത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാനാവുന്നതാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ക്ലാസിക്കൽ പ്രോഫറ്റ്സ് ആണ്. പഴയ നിയമത്തിലെ എക്സ്റ്റാറ്റിക് പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 7-ാം വചനത്തിൽ അബ്രാഹത്തെ പ്രവാചകനായി നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാവൂളും ദാവീദും സാമുവേലും ഏലിയായും ഏലീഷായും മിക്കായിയായും നാഥാനുമൊക്കെ പ്രവാചകന്മാരായിരുന്നുവെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ ഇവരാരും ക്ലാസിക്കൽ പ്രോഫറ്റ്സിൻ്റെ വിഭാഗത്തിലല്ല നാം കണക്കാക്കുക. സാവൂളും പ്രവാചകനോ എന്നൊരു ചൊല്ലു തന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ദാവീദ് പ്രവാചകനായിരുന്നു. നാഥാനെയും ഏലിയായെയും ഏലീഷായെയും പോലുള്ള ശക്തരായ പ്രവാചകന്മാരൊക്കെ പഴയ നിയമത്തിൽ നിന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ പ്രവചന ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുന്നത് അല്ലെങ്കിൽ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്ന് നാം പറയുന്നത് ഈ പ്രവാചകന്മാരെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തെയോ അവരുടെ പ്രവർത്തനങ്ങളെയോ പറ്റിയല്ല, മറിച്ച് ക്ലാസിക്കൽ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന ഏശയ്യാ മുതൽ മലാക്കി വരെയുള്ള പ്രവചന ഗ്രന്ഥങ്ങളെയാണ് നാം ഉദ്ദേശിക്കുക. അവരുടെ ഗ്രന്ഥങ്ങളെപ്പറ്റിയാണ് നാം പഠിക്കുക. അവരുടെ ലിഖിതങ്ങളാണ്, അവരുടെ പ്രവചനങ്ങളാണ് പ്രവാചക ഗ്രന്ഥങ്ങളായി നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുക.
അതുകൊണ്ട് തന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരും എന്നൊരു തിരിവ് തന്നെ പഴയ നിയമത്തിൽ നമുക്ക് കാണാനാവും. മേജർ പ്രോഫറ്റ്സ് ആൻഡ് മൈനർ പ്രോഫറ്റ്സ്, ഇപ്രകാരമുള്ള ഒരു നാമം നൽകിയിരിക്കുന്നത് പ്രവാചകന്മാരുടെ ശക്തിയെയോ അവരുടെ പ്രവചനങ്ങളുടെ പ്രാധാന്യത്തെയോ ഗുണമേന്മയോ കുറിക്കുന്നതല്ല, മറിച്ച് പുസ്തകത്തിൻ്റെ വലിപ്പമനുസരിച്ചാണ് വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരുമൊക്കെ എന്ന് ഗണം തിരിച്ചിരിക്കുക. അപ്രകാരം വരുന്ന വലിയ പ്രവാചകന്മാരിൽ പെടുന്നവരാണ് യേശയ്യ, ജെറമിയ, വിലാപങ്ങളുടെ പുസ്തകം, ബാറൂക്കിൻ്റെ പുസ്തകം, എസക്കിയേൽ, ദാനിയേൽ തുടങ്ങിയവ. ഈ പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നും വലിപ്പത്തിൽ തുലോം ചെറുതാണ് 12 ചെറിയ പ്രവാചകന്മാർ, അഥവാ ഹോസയ മുതൽ മലാക്കി വരെയുള്ള 12 ചെറിയ പ്രവചന ഗ്രന്ഥങ്ങൾ. വായനയ്ക്കും പഠനത്തിനും ഈ വിഭജനം നമ്മെ സഹായിക്കുന്നതാണ്. പ്രവചന ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, ആരാണ് പ്രവാചകൻ? പ്രവാചകൻ എന്ന വാക്ക് ഹീബ്രുവിൽ നബി എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. നബി എന്ന വാക്കിൽ നിന്നാണ് പ്രവാചകൻ എന്ന സംജ്ഞ ഉണ്ടാകുന്നത്. ഭാവി കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നവനെയാണ് പ്രവാചകൻ എന്ന് പൊതുവെ നാം മനസ്സിലാക്കുക. പ്രവാചകന്മാർ ഭാവി കാര്യങ്ങളെപ്പറ്റി പറയുന്നു എന്നുള്ളത് സത്യവും യാഥാർത്ഥ്യവുമായിരിക്കെ അതിൻ്റെ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് നാം പോകേണ്ടതുണ്ട്. ഈ നബി എന്ന വാക്കിന് പൊതുവായി 4 അർത്ഥങ്ങളെയാണ് ഉൾക്കൊള്ളുക. ഒന്ന്, ദൈവികനായ മനുഷ്യൻ, എ ഡിവൈനർ. രണ്ടാമതായി സീയർ, കാഴ്ച കാണുന്നവൻ. മൂന്നാമതായി എ മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യൻ. നാലാമതായി വിഷണറി, ദർശനമുള്ളവൻ. ഈ അർത്ഥങ്ങളിലൊക്കെയാണ് ഒരാളെ പ്രവാചകൻ എന്ന വാക്കുകൊണ്ട് പരാമർശിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുക. ഗ്രീക്കിൽ പ്രോഫറ്റസ് എന്ന വാക്കിൽ നിന്നാണ് പ്രോഫറ്റ്സ് എന്ന ഇംഗ്ലീഷ് വാക്ക് വരികയും അതിൽ നിന്ന് പ്രവാചകൻ എന്ന മലയാളം വാക്ക് ഉരുത്തിരിയുകയും ചെയ്യുക. 2 വാക്കുകൾ ചേർത്താണ് പ്രോഫറ്റസ് എന്ന വാക്കുണ്ടാവുക. പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നാണ് അതിനർത്ഥം. ഫെമി അഥവാ സംസാരിക്കുക, സ്പീക്ക് എന്ന വാക്കിൽ നിന്നാണ് അതിൻ്റെ 2ാം ഭാഗമായ പ്രോഫെറ്റസ് എന്ന വാക്കുണ്ടാകുക. അങ്ങനെ പ്രോയോട് ചേർത്ത് ഫെത്തസ്, ഫെമി എന്ന വാക്കിൽ നിന്നാണ് പ്രോഫെറ്റസ് അല്ലെങ്കിൽ പ്രോഫെറ്റ്സ് എന്ന വാക്കുണ്ടാകുക. അതിൻ്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ അല്ലെങ്കിൽ പകരം സംസാരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് പ്രയോജനപ്പെടുത്തുക. ദൈവത്തിൻ്റെ നാവായുള്ളവൻ, ദൈവത്തിന് പകരക്കാരനാകുന്നവൻ, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് പ്രവാചകൻ എന്ന സംജ്ഞ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം പറയേണ്ട കാര്യങ്ങൾ മനുഷ്യൻ്റെ നാവിലൂടെ, മനുഷ്യൻ്റെ വാക്കിലൂടെ സംസാരിക്കുന്നവനാണ് പ്രവാചകന്മാർ അഥവാ പ്രോഫറ്റ്സ്. ഈ വാക്കിൽ നിന്നാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാനാവുക. അങ്ങനെ പ്രവാചകന്മാർ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമൊക്കെ നാം കാണുമ്പോൾ ഒരാളെ പ്രവാചകനാക്കി തീർക്കുന്ന ഘടകം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ദൈവീക വിളിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവുമാണ് ഒരുവനെ പ്രവാചകനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചന ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഈ ദൈവത്തിൻ്റെ വിളിയെപ്പറ്റിയും പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെപ്പറ്റിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപകളെപ്പറ്റിയുമൊക്കെ വിവരിക്കുന്നത് നമുക്ക് കാണാനാവും. പരിശുദ്ധാത്മാവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും പരിശുദ്ധാത്മാവിൻ്റെ നയിക്കലുമൊക്കെയാണ് പ്രവാചക ജീവിതത്തിലെ സുപ്രധാനമായ ഘടകങ്ങൾ. ഹോസയായുടെ പ്രവചനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനവും ആമോസ് പ്രവചനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വചനവും ഏശയ്യാ പ്രവചനത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വചനവും ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വചനവും എസക്കിയേലെ പ്രവചനത്തിൻ്റെ 1-ാം അധ്യായമൊക്കെ ഇവരുടെ ദൈവവിളിയെപ്പറ്റി ആഴമായ ദർശനവും ആഴമായ അറിവും നമുക്ക് നൽകുന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിളി ലഭിച്ചവർക്കാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാവുക. ദൈവത്തിൻ്റെ സ്പോക്മാനായി, ദൈവത്തിൻ്റെ വാക്ക് പേറുന്നവനായി തീരുന്നവനാണ് ഓരോ പ്രവാചകന്മാരും. പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് നാം കുറെ കൂടി ആഴമായി നോക്കുമ്പോൾ പ്രവാചകന്മാർ ഏത് തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു, അല്ലെങ്കിൽ എപ്രകാരമുള്ള ജോലികളും എപ്രകാരമുള്ള
കാര്യങ്ങൾ നിർവഹിച്ചവരായിരുന്നു പ്രവാചകന്മാരെന്ന് നാം നോക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവരെ പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുരോഹിതരായിരുന്നവർ പ്രവാചകന്മാരായി തീർന്നിട്ടുണ്ട്. ആടുകളെ മേയിച്ചിരുന്നവർ പ്രവാചകന്മാരായിട്ടുണ്ട്. കൃഷി ജോലി ചെയ്തിരുന്നവർ പ്രവാചകന്മാരായിട്ടുണ്ട്. നിയമപണ്ഡിതരായിരുന്നവർ, നിയമജ്ഞന്മാർ, എഴുത്തുകാർ പ്രവാചകന്മാരായിട്ടുണ്ട്. എസക്കിയേൽ ഒരു പുരോഹിതനായിരുന്നു. ആമോസ് ഒരു ആട്ടിടയനും ഒരു കൃഷിക്കാരനുമായിരുന്നു. തെക്കോവയിലെ ആട്ടിടയൻ എന്നാണ് ആമോസിനെ പറ്റി പറയുക. ബാറൂക്കാകട്ടെ ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു ഗുമസ്തനായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തുറകളിലായിരുന്നവരെ, വ്യത്യസ്ത കാലങ്ങളിൽ പല പ്രായങ്ങളിലായിരുന്നവരെ ദൈവം വിളിക്കുന്നതായി നമുക്ക് കാണാനാവും. യെരമ്യാ പ്രവാചകൻ തൻ്റെ ദൈവവിളിയോട് പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ കേവലം ഒരു ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ബാലനായിരുന്ന ജെറേമിയായെ ദൈവം വിളിക്കുന്നതായി നമുക്ക് കാണാനാവും. പ്രായമായവർ അല്ലെങ്കിൽ പക്വത പ്രാപിച്ചവരെ ദൈവം വിളിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ പ്രവാചകൻ എന്ന വിളിക്ക് പ്രായമോ ജീവിത സാഹചര്യങ്ങളോ ഒന്നും തടസ്സമാകുകയായിരുന്നില്ല എന്ന് മാത്രമല്ല, നന്നേ ചെറുപ്പക്കാരെയും വളരെയധികം പക്വത പ്രാപിച്ചവരെയും ഒക്കെ ദൈവം തൻ്റെ പ്രവചന ദൗത്യത്തിനായി വിളിച്ചു ചേർക്കുന്നതായി പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരം പ്രവാചകന്മാരായി വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളെ ദൈവം തൻ്റെ വെളിപ്പെടുത്തലുകൾ അറിയിക്കുന്നു. മനുഷ്യരോട് സംസാരിക്കേണ്ട ദൈവത്തിൻ്റെ സത്യങ്ങൾ, ദൈവിക സത്യങ്ങൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെ അറിയിക്കുകയും അവരത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രവചനത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്. ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളോട് ദൈവം നേരിട്ട് തൻ്റെ ജനത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ കൈമാറുന്നു. പൊതുവേ കൈമാറിയിരുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. പ്രവചന ഗ്രന്ഥങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളുമൊക്കെ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ചില മാർഗങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. ഒന്നാമതായി, സ്വപ്നങ്ങളിലൂടെ ദൈവം തൻ്റെ രഹസ്യങ്ങളും തൻ്റെ സന്ദേശങ്ങളും കൈമാറുന്നതായി നമുക്ക് കാണാം. രണ്ടാമതായി, ദർശനങ്ങളിലൂടെ. പഴയ നിയമത്തിൻ്റെ പ്രവചന ഗ്രന്ഥങ്ങൾ നാം വായിക്കുമ്പോൾ പല സമയങ്ങളിലും വ്യത്യസ്തങ്ങളായ ദർശനങ്ങൾ പ്രവാചകന്മാർക്ക് നൽകിക്കൊണ്ട് തൻ്റെ സന്ദേശം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാനാവും. അതുപോലെ തന്നെയാണ് മറ്റൊരു മാർഗമാണ് അതീന്ദ്രിയ അനുഭവങ്ങളിലൂടെ, വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ദൈവം തന്നോട് സംസാരിക്കുന്നതായി പ്രവാചകന്മാർ മനസ്സിലാക്കിയിരുന്നു. മറ്റൊരു മാർഗമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇൻറ്റേണലായി സംസാരിച്ചുകൊണ്ട് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു, തൻ്റെ സത്യങ്ങൾ, തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. മറ്റൊരു മാർഗമാണ് അവർക്ക് കേൾക്കാവുന്നതുപോലെ ബാഹ്യമായ ശബ്ദത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന, തിരിച്ചറിയുന്ന പ്രവാചകന്മാർ. പ്രകാരം വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ ദൈവം തൻ്റെ സന്ദേശങ്ങൾ, തൻ്റെ അരുളപ്പാടുകൾ ദൈവജനത്തിന് നൽകുവാൻ പ്രവാചകന്മാരെ വിനിയോഗിക്കുന്നതും പ്രയോജനപ്പെടുത്തുന്നതും നമുക്ക് കാണാനാവും. അങ്ങനെ സ്വീകരിച്ച മെസ്സേജുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ ഈ പ്രവാചകന്മാർ ദൈവജനത്തിൻ്റെയും ഏത് ജനത്തോടാണോ ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മധ്യത്തിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് പകരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണയായി ഇപ്രകാരം സ്വീകരിച്ച സന്ദേശങ്ങൾ ദൈവം ആരോട് സംസാരിക്കാനാണോ ആഗ്രഹിക്കുന്നത് അവരുമായി പങ്കുവയ്ക്കുന്നത് പല മാർഗങ്ങളിലൂടെയും വഴികളിലൂടെയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് വാമൊഴിയായി ജനസാന്ദ്രത കൂടിയ അല്ലെങ്കിൽ ജനങ്ങൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലങ്ങളിൽ പ്രവാചകന്മാർ ഉറക്കെ സംസാരിക്കുന്ന സമ്പ്രദായമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുക. ചന്തസ്ഥലങ്ങളിലും നഗരപ്രദേശങ്ങളിലുമൊക്കെ പോയി ജനത്തോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നവ വിളിച്ചു പറയുന്ന, ഉച്ചത്തിൽ സംസാരിക്കുന്ന, ഉറക്കെ സംസാരിക്കുന്ന വാമൊഴിയായ മാർഗമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇത് കാണുന്നുണ്ട്. നിനവേ നഗരത്തിൻ്റെ മേൽ വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെപ്പറ്റി യോനാ പ്രവാചകൻ നഗരത്തിലൂടെ നടന്ന് സംസാരിക്കുന്നത് നാം യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഉപമകളും അതുപോലെയുള്ള ഇമേജസുകൾ നൽകിക്കൊണ്ടാണ്. ഉപമകൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഹോസിയ പ്രവാചകന്റെ
പുസ്തകം 6-ാം അധ്യായം 4-ാം വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രായിം, നിന്നോട് ഞാനിത് ചെയ്യും. യൂദ, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞുപോകുന്ന മഞ്ഞുതുള്ളി പോലെയുമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ സ്നേഹത്തെ വിവരിക്കുവാൻ പ്രഭാതത്തിൽ വീഴുന്ന മഞ്ഞുതുള്ളിക്ക് സമമാണ് എന്ന് ഒരു ഉപമയിലൂടെ വിവരിക്കുന്നു. നൈമിഷികമായ സ്നേഹത്തെപ്പറ്റി അല്ലെങ്കിൽ നിലനിൽക്കാത്ത ശാശ്വതമല്ലാത്ത സ്നേഹത്തെപ്പറ്റി വിവരിക്കുവാൻ ഹോസേയ പ്രവാചകൻ ഉപയോഗിക്കുന്ന ഒരു പാരബിളാണ്, ഒരു ഉപമയാണിത്. ഇപ്രകാരം ഉപമകളിലൂടെയും ചില അടയാളങ്ങളിലൂടെയും ചില ഇമേജസിലൂടെയും ഒക്കെ ദൈവം സംസാരിക്കുന്നതായി കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഈ സന്ദേശം ഇപ്രകാരം പല മാർഗങ്ങളിലൂടെ നൽകുന്നതായി നാം കാണുമ്പോൾ ഏറ്റവും പ്രധാനമായത് വാമൊഴിയായിരുന്നു എന്ന് നാം കണ്ടു. മറ്റൊരു മാർഗമായിരുന്നു ഇമേജസിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ദൈവത്തിൻ്റെ വചനം അവർക്ക് കാണാവുന്ന രൂപത്തിൽ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണാം. സാങ്കല്പികമായി അല്ലെങ്കിൽ സിംബോളിക്കായി ഈ പ്രവചനങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നത് പ്രത്യേകിച്ച് മേശയായുടെയും ജെറമിയായുടെയും പുസ്തകത്തിലൊക്കെ നാം കാണുന്നുണ്ട്. നുഹം വഹിച്ചുകൊണ്ട് പ്രവാചകൻ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നു. നീ എന്തിനാണ് ഈ നുഹം വഹിക്കുന്നത് എന്ന് ജനം ചോദിക്കുമ്പോൾ ഇസ്രായേലിനും ജെറുസലേമിനും ഇസ്രായേലിനും യൂദയായ്ക്കും വരാനിരിക്കുന്ന ദുരന്തം ഇപ്രകാരം നിങ്ങൾ നുകം ചുമത്തപ്പെടുമെന്ന് പറയുവാൻ നുകം വഹിച്ചുകൊണ്ട് പോകുന്ന പ്രവാചകൻ ഒരടയാളമായി ഇസ്രായേലിനോട് പ്രവചിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു മാർഗമാണ് കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ ദൈവത്തിൻ്റെ പ്രവചനങ്ങളും അരുളപ്പാടും ദൈവജനവുമായി പങ്കുവയ്ക്കുന്നത്. മറ്റൊരു മാർഗമാണ് എഴുതി ദൈവജനത്തിന് നൽകുന്നത്. ഇപ്രകാരം വാക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ഉപമകളിലൂടെയും ഒക്കെ ദൈവം ഈ പ്രവാചകന്മാരിലൂടെ തങ്ങൾക്ക് ലഭിച്ച സന്ദേശത്തെ ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് പകരുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെ ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് പകരുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവജനം സ്വീകരിക്കുകയും അങ്ങനെ ദൈവജനത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നീങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് സ്വീകരിച്ച അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് വ്യത്യസ്തമായ രീതികളിലാണ് നാം ജനം സ്വീകരിക്കുന്നത് എന്ന് നാം കാണുന്നു. ചില സമയങ്ങളിലൊക്കെ ഇസ്രായേലിനെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ദൈവജനത്തിന് ഇത് വ്യക്തമായി മനസ്സിലാകുന്ന ചില മാർഗങ്ങളായി മാറുന്നു. പ്രധാനമായും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ ആകമാനം നാം നോക്കുകയാണെങ്കിൽ കാണുന്ന ദൈവശാസ്ത്രപരമായ ചില ചിന്തകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. യെശയ്യാ മുതൽ മലാക്കി വരെയുള്ള പ്രവചന ഗ്രന്ഥങ്ങളെ പൊതുവായി നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് പൊതുവായി കാണുന്ന ചില വിഷയങ്ങളെയും ചില പരാമർശങ്ങളെയും പറ്റി നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായും നാം കാണുന്ന പ്രവചന ഗ്രന്ഥങ്ങളിൽ നാം കാണുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വിധിയെപ്പറ്റിയുള്ള പ്രൊക്ലമേഷൻസ്, വരാനിരിക്കുന്ന വിധിയെപ്പറ്റിയുള്ള പ്രഖ്യാപനങ്ങൾ. രണ്ടാമതായി കാണുന്നതാണ് ദൈവം നൽകുന്ന രക്ഷയെപ്പറ്റിയുള്ള അരുളപ്പാടുകൾ. മൂന്നാമതായി രക്ഷയെപ്പറ്റിയും വിധിയെപ്പറ്റിയും ഇടകലർത്തി പറയുന്ന ചില പരാമർശങ്ങൾ, നാശത്തെപ്പറ്റിയുള്ള ചില അരുളപ്പാടുകൾ, ദൈവം നൽകുന്ന സമാധാനത്തെപ്പറ്റിയും സുരക്ഷിതത്വത്തെപ്പറ്റിയുമുള്ള ചില പരാമർശങ്ങൾ, ദൈവകൽപ്പനയ്ക്കെതിരായി നിൽക്കുന്ന ദൈവജനത്തിന് നൽകുന്ന ശാസനകൾ, ശിക്ഷണങ്ങളെപ്പറ്റിയുള്ള പരാമർശങ്ങൾ, നിയമപരമായ ചില പ്രസംഗങ്ങൾ, നിയമ സംവിധാനത്തെപ്പറ്റിയും നിയമപാലനത്തെപ്പറ്റിയുമുള്ള ജുഡീഷ്യലായിട്ടുള്ള ചില പരാമർശങ്ങളും ചിന്തകളും നിയമങ്ങളും. മറ്റൊന്നാണ് വളരെ നാടകീയമായ അനുഭവങ്ങളെപ്പറ്റിയും നാടകീയമായ സംഭവങ്ങളെപ്പറ്റിയുമുള്ള വിവരണങ്ങളും അവതരണങ്ങളും. ഇപ്രകാരമുള്ള നാടകീയമായ അവതരണങ്ങൾ ജനത്തിൻ്റെ ഉള്ളിൽ ചലനം സൃഷ്ടിക്കാൻ മിക്കവാറും തന്നെ മതിയായവയായിരുന്നു. ദൈവത്തിൻ്റെ ഇടപെടലിനെപ്പറ്റി ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ഇളക്കം തട്ടുന്നതുപോലെ ചില സംഭവങ്ങളുടെ അവതരണങ്ങളും ചില സംഭവങ്ങളുടെ വരവുമൊക്കെ പ്രഖ്യാപിക്കുകയും അറിയിക്കുകയും ചെയ്യുന്ന വിവരിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളെ നമുക്ക് കാണാം. അവസാനമായി
ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോവുക. ഇപ്രകാരമുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ എല്ലാ പ്രവചന ഗ്രന്ഥങ്ങളിലും പൊതുവായും ചില ഗ്രന്ഥങ്ങളിൽ വളരെ വിശേഷമായും നമുക്ക് കാണാനാവും. ഇങ്ങനെ നാം പ്രവചന ഗ്രന്ഥങ്ങളെ ഒട്ടുമൊത്തമായി നാം കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന, ഗ്രഹിക്കാവുന്ന, സംഗ്രഹിക്കാവുന്ന 2 കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, എ കോൾ ടു ലവ്, സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദൈവം, എല്ലാവരോടും നീതിയും ന്യായവും പാലിക്കുവാനുള്ള ഒരു വിളി. ഇതാണ് പ്രവചന ഗ്രന്ഥങ്ങളെ നാം പൊതുവായി സംഗ്രഹിക്കുകയാണെങ്കിൽ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രവചന ഗ്രന്ഥങ്ങളുടെ സമ്മറി, അതിൻ്റെ സംഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ, സ്നേഹിക്കുക, സത്യവും നീതിയും ന്യായവും നീതിയും പാലിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ മനസ്സാണ് ഈ പ്രവചന ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഏറ്റവും ഹൃദയമായ, അതിൻ്റെ സെൻട്രലായിട്ടുള്ള മെസ്സേജ്. ഈ വലിയ പ്രവചന ഗ്രന്ഥങ്ങളെ നാം ആഴമായി പഠിക്കേണ്ടതുണ്ടെങ്കിലും ഓരോ പുസ്തകത്തിൻ്റെയും പഠനം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് അതിൻ്റെ സമയക്രമമനുസരിച്ച് നമുക്ക് 3ആയി വിഭജിക്കാം. 3ആയി തിരിച്ചുകൊണ്ട് പ്രവചന ഗ്രന്ഥങ്ങളെ പഠിക്കുക, വിഷയാസ്പദമായി പഠിക്കുക പഠനത്തിനും ധ്യാനത്തിനും വളരെ സഹായകരമാണ്. അങ്ങനെയാണെങ്കിൽ പ്രവചന ഗ്രന്ഥങ്ങളെ നമുക്ക് 3 കാലഘട്ടങ്ങളിലായി തിരിക്കാവുന്നതാണ്. ഒന്ന്, വിപ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ. വിപ്രവാസത്തിന് മുമ്പുള്ള ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഉയർന്നു വരികയും ഇസ്രായേലിന് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകുകയും ചെയ്ത പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും അവരുടെ പ്രവചനങ്ങളും. രണ്ടാമതായി, വിപ്രവാസ കാലങ്ങളിൽ ഉയർന്നു വന്ന പ്രവാചകന്മാരും അവരുടെ പ്രവചനങ്ങളും പ്രവചന ഗ്രന്ഥങ്ങളും. മൂന്നാമതായി, വിപ്രവാസാനന്തരം ഇസ്രായേൽ ഉയർന്നു വന്ന പ്രവചനങ്ങളും പ്രവചന ഗ്രന്ഥങ്ങളും. ഈ 3ഉം പ്രവചന ഗ്രന്ഥങ്ങളാണെങ്കിൽ പോലും ഈ 3 കാലഘട്ടത്തിലൂടെയുള്ള പ്രവചനങ്ങൾക്ക് കുറേയേറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനാവും. അത് അവതരിപ്പിക്കുന്ന വിഷയങ്ങളിലും അവതരണ രീതിയിലും അതിൻ്റെ ഉള്ളടക്കത്തിലുമൊക്കെ കാര്യമായ പ്രസക്തമായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാനാവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്രകാരം 3ആയി വിഭജിച്ച് പഠിക്കുക പഠിതാക്കൾക്കും ധ്യാനിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും എളുപ്പമായി തീരുന്നത്. വിപ്രവാസത്തെപ്പറ്റി നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. BC 721 നോർത്തേൺ കിങ്ഡമായ ഇസ്രായേൽ അസീറിയൻ വിപ്രവാസത്തിലേക്കും BC 687 സദേൺ കിങ്ഡമായ ജൂദ വിപ്രവാസത്തിലേക്കും പോയത് നാം മനസ്സിലാക്കിയതാണ്. വിപ്രവാസത്തിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് പ്രവചനം നടത്തിയ പ്രവാചകന്മാരാണ് പ്രധാനമായും യോന, ഹോസയ, ആമോസ്, 1 യെശയ്യ, മിക്ക, ജെറമിയ, സെഫാനിയ, നാഹും, ഹബക്കൂക്ക്. വിപ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാരെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ വിപ്രവാസത്തിലായിരുന്ന അല്ലെങ്കിൽ വിപ്രവാസം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ചില പ്രവാചകന്മാർ വിപ്രവാസത്തിലേക്ക് പോകുന്നതും നാം ഇതോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വിപ്രവാസത്തിന് മുൻപ് ധാരാളം പ്രവാചകന്മാർ പ്രവചനം നടത്തി എന്ന് നാം മനസ്സിലാക്കുന്നു. അവരുടെ പ്രവചനങ്ങളിലെ പ്രധാന വിഷയങ്ങൾ എന്തായിരുന്നു അവർ ദൈവജനത്തിന് നൽകിയ സന്ദേശങ്ങൾ, ദൈവികമായ അരുളപ്പാടുകളെന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ അതിനെ 4ആയിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്നാമതായി, ദൈവത്തെ പറ്റിയുള്ള അരുളപ്പാടുകൾ, അറിവുകൾ. 2, ഇസ്രായേലിൽ എന്ന ദൈവജനത്തെ പറ്റിയുള്ള അരുളപ്പാടുകളും അറിവുകളും. മൂന്നാമതായി, ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള അരുളപ്പാടുകളും ദൈവത്തിൻ്റെ തിരുമനസ്സും വെളിവാക്കുന്ന ചിന്തകൾ. 4ാമതായി, ഇസ്രായേലിൻ്റെ ഭാവിയെപ്പറ്റിയുള്ള ചിന്തകൾ. ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വിവരിച്ച് മനസ്സിലാക്കാം. ദൈവത്തെ പറ്റിയുള്ള ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിനെ പറ്റി അല്ലെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള ഇസ്രായേലിൻ്റെ ചിന്തകൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവസ്നേഹത്തെ പറ്റിയുള്ള ചിന്തകൾ, ഇസ്രായേലിനോട് ദൈവത്തിനുണ്ടായിരുന്ന സ്നേഹം എപ്രകാരമാണ് എന്ന് ഈ പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. അവർ പ്രധാനമായും വിവരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന് എല്ലാവരോടും സ്നേഹമുണ്ട്, എന്നാൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രേമഭാജനമായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ദൈവമാണെങ്കിലും ഇസ്രായേലിനോട്
പാർഷ്യലായ ഒരു സ്നേഹം ദൈവം വെച്ച് പുലർത്തുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവനാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഇസ്രായേലിനോട് വഴിഞ്ഞൊഴുകുകയാണ്. ദൈവസ്നേഹം ഇസ്രായേൽ രാജ്യത്തോട് അസാധാരണമാംവിധം ദൈവം പ്രകടിപ്പിക്കുന്നു. ഇസ്രായേലിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തുന്നു എന്ന് ഈ കാലത്ത് വന്ന പ്രവാചകന്മാർ വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം അവർ പങ്കുവയ്ക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്: ഈ സ്നേഹം പ്രതിസ്നേഹം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പ്രതിസ്നേഹം ഡിമാൻഡ് ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തോട് പ്രത്യുത്തരിക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമാണ്. അപ്പോൾ ദൈവസ്നേഹത്തോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ പ്രവാചകന്മാർ തൻ്റെ ജനത്തെ പ്രബോധിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും നമുക്കിവിടെ ഒന്ന് വായിക്കാൻ സാധിക്കും. ദൈവസ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? 2 മാർഗങ്ങളിലൂടെയാണ് പ്രധാനമായും. 1, നീതി പാലിക്കുക. 2, ന്യായം പാലിക്കുക. നീതിയും ന്യായവും നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് ഇസ്രായേൽ ജനം ദൈവസ്നേഹത്തോട് പ്രത്യുത്തരിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്. അല്ലെങ്കിൽ ദൈവം തന്ന സ്നേഹത്തെ തിരിച്ചു നൽകേണ്ടത് ഇപ്രകാരമാണ് എന്ന് ഈ കാലത്തുള്ള പ്രവാചകന്മാർ ഇസ്രായേലിനെ പ്രബോധിപ്പിച്ചു. അങ്ങനെ പ്രതികരിക്കുന്നില്ല എങ്കിൽ ഇസ്രായേലിന് വലിയ ന്യായവിധിയുടെ അനുഭവങ്ങൾ ഇതാ ഉണ്ടാകാൻ പോകുന്നു എന്ന് വിപ്രവാസത്തിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ പ്രവചിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതിനായി ഈ പ്രവാചകന്മാർ പല വിധത്തിലുള്ള ഇമേജസ് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പല വിധത്തിലുള്ള രൂപങ്ങൾ, പല വിധത്തിലുള്ള ഭാവങ്ങൾ അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിനോടുള്ള പർട്ടിക്കുലറായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, പ്രതീകങ്ങളാണ് മാതാപിതാക്കൾ എന്നുള്ള ഒരു സംജ്ഞ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20 മുതൽ 21 വരെ ഒരു ടീച്ചറായ, അല്ലെങ്കിൽ കൂടെ നടന്ന് ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗുരുവായി, ഇസ്രായേലിൻ്റെ ഗുരുവായി ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഹോസയ പ്രവചനങ്ങളിൽ 14-ാം അധ്യായം 4-ാം വചനത്തിലും യെശയ്യായുടെ പുസ്തകം 57:14 ദൈവത്തെ സൗഖ്യദായകനായി അവതരിപ്പിച്ചിരിക്കുന്നു. മുറിവുകൾ വെച്ചുകെട്ടുന്ന സൗഖ്യം നൽകുന്ന ദൈവം. അതുപോലെ തന്നെ ഉപദേശം നൽകുന്നവൻ, ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നവൻ, ഉപദേശം നൽകുന്നവനായി ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്രകാരം വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണ്, വളരെ ഇഴ ചേർന്ന ഒരു ബന്ധമാണ് ഇസ്രായേലിന്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഈ മാർഗത്തിലൂടെയൊക്കെ ദൈവം വെളിപ്പെടുത്തുന്നു എന്ന് നാം കാണുന്നു. ഈ ഇമേജസ് എല്ലാം ദൈവത്തിന് ഇസ്രായേലിനോടുള്ള പ്രത്യേകമായ സ്നേഹവും പാഷനും അവതരിപ്പിക്കുന്നതിനായി പ്രവാചകന്മാർ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ സ്നേഹത്തോട് പ്രത്യുത്തരിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രവാചകന്മാർ പറയുന്നത്. എങ്ങനെയാണ് പ്രത്യുത്തരിക്കേണ്ടത് എന്ന് മുമ്പ് പറഞ്ഞതുപോലെ നീതിയും ന്യായവും പാലിക്കുക. നീതി പാലിക്കുക എന്ന് പറയുമ്പോൾ പ്രവചന ഗ്രന്ഥങ്ങളിൽ കാണുന്ന വ്യാഖ്യാനവും പരാമർശവും ഇതാണ്: ഇസ്രായേൽ ദൈവവുമായി ശരിയായ ബന്ധത്തിലായിരിക്കുക. ദൈവവുമായുള്ള ബന്ധമാണ് നീതിയുടെ ആദ്യ പാഠം. നീതി പാലിക്കുക എന്ന് പറയുമ്പോൾ ശരിയായ ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ദൈവവുമായി പുലർത്തേണ്ട ബന്ധം, അങ്ങനെ ദൈവവുമായി പുലർത്തേണ്ട ബന്ധം പാലിക്കേണ്ടത് നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ഉടമ്പടി പാലിച്ചുകൊണ്ടുമാണ്. അപ്പോൾ ഇസ്രായേലിന് ദൈവബന്ധത്തിലായിരിക്കുവാൻ ദൈവം നൽകിയതായിരുന്നു ഉടമ്പടിയും പ്രമാണങ്ങളും. ഇത് പാലിച്ചുകൊണ്ടായിരിക്കണം ഇസ്രായേൽ നീതിപൂർവമായ ഒരു ജനമായി കാണപ്പെടേണ്ടത് എന്നവരെ പ്രബോധിപ്പിക്കുന്നു. രണ്ടാമതായി ന്യായം പാലിക്കുക. ദൈവസ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമായി അതിൻ്റെ 2ാം ഭാഗമായി കാണുന്ന, അല്ലെങ്കിൽ മറുവശമായി കാണുന്നത് സഹോദരങ്ങളോട്
സ്നേഹത്തിലായിരിക്കുക, ശരിയായ ബന്ധത്തിലായിരിക്കുക. അപ്പോൾ ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കേണ്ടത്, ദൈവസ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഈ 2 മാർഗങ്ങളിലൂടെയാണ് എന്ന് ഇസ്രായേലിനെ പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഉടമ്പടിയുടെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടും നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ധാർമ്മികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും നീതിയും ന്യായവും ഇസ്രായേൽ പാലിക്കണമെന്നുള്ള ഒരു വിളി, ഒരു പ്രബോധനം നൽകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ എന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് ദൈവം പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നീതിയും ന്യായവും പാലിക്കുക. ഇപ്രകാരം നടക്കാത്ത ഒരു സമൂഹത്തോട് വരാനിരിക്കുന്ന വിധിയെപ്പറ്റി, അല്ലെങ്കിൽ ഇവരുടെ അനുസരണക്കേടിനും അവിശ്വസ്തതയ്ക്കും പ്രതിഫലം എന്താണ് ലഭിക്കുവാൻ പോകുന്നത്, അനന്തര കാലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു വാണിങ്ങും ഈ പ്രവാചകന്മാർ നൽകുന്നതായി നമുക്ക് കാണാനാവും. പ്രവാചകന്മാർ ഇപ്രകാരമാണ് പറയുന്നത്: നീതിയും ന്യായവും പാലിക്കാതെയുള്ള ഇസ്രായേലിൻ്റെ ഈ മുന്നോട്ടുള്ള പ്രയാണം എത്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ സമീപത്താണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഇതാ ശിക്ഷാവിധി നിങ്ങളുടെ പടിവാതിക്കലെത്തിയിരിക്കുന്നു. ദൈവത്തിന് ഇതിനെ ക്ഷമിച്ചിരിക്കാനാവുന്നില്ല. നിങ്ങൾക്കുള്ള പ്രതിഫലം ഇതാ നിങ്ങളുടെ പടിവാതിക്കലെത്തിയിരിക്കുന്നു. എല്ലാ ജനങ്ങളെയും, അല്ലെങ്കിൽ വിജാതീയരെ ദൈവം എങ്ങനെയാണോ ശിക്ഷിച്ചതുപോലെ അതിനേക്കാൾ ഭീകരമായി ഇസ്രായേലിനെ ശിക്ഷിക്കുന്ന, ഇസ്രായേലിനേക്ക് ശിക്ഷണം നൽകുന്ന ഒരു ദൈവത്തിൻ്റെ ശിക്ഷ, ദൈവത്തിൻ്റെ വിധി ഇതാ ഇസ്രായേലിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു എന്ന് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ വിപ്രവാസത്തിന് മുമ്പുള്ള പ്രവചനങ്ങളിൽ നമുക്ക് കാണാനാവും. അവിശ്വസ്തതയും അനുസരണക്കേടും ദൈവം പൊറുക്കില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഫിഡലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ്, അവിശ്വസ്തതയും അനീതിയുമായിരുന്നു ഈ പ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ ഇസ്രായേലിൽ നടമാടിയിരുന്ന ഒരു യാഥാർത്ഥ്യമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അവിശ്വസ്തത എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തോട് ചേർന്നാണ് ഈ 2 കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇസ്രായേലിൻ്റെ രാജ്യഭരണത്തിന്, അല്ലെങ്കിൽ രാജഭരണത്തോട് ചേർന്നാണ് ഈ പ്രവചകന്മാരും പ്രവചനങ്ങളുമൊക്കെ സംഭവിക്കുമ്പോൾ ഇസ്രായേലിൽ വളർന്നു വന്നിരുന്ന തിന്മപരമായ ആരാധനാ രീതികളും ധാർമ്മിക നിയമങ്ങളുടെ ശോചനീയ അവസ്ഥയും അവരുടെ തിന്മ നിറഞ്ഞ, അനീതി നിറഞ്ഞ ചെയ്തികളുമൊക്കെ നിശിതമായി വിമർശിക്കുകയും അവയെല്ലാം ശിക്ഷണത്തിന് വിധേയമാകുമെന്ന് പ്രവചിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. രാജഭരണത്തോട് ചേർന്ന് ദൈവാരാധനയിൽ നിന്ന് മാറിപ്പോകുന്ന രാജാക്കന്മാർ വിജാതീയ ഭാര്യമാരെ വിവാഹം കഴിച്ചുകൊണ്ട് അവരുടെ ആരാധനാ രീതിയിലേക്ക് വഴിമാറുന്ന രാജാക്കന്മാരെയും ദൈവജനത്തെയും പഴിച്ചുകൊണ്ടും വിധിച്ചുകൊണ്ടും പ്രവാചകന്മാർ പ്രവചിക്കുന്നത് ഈ അവസരത്തിലാണ്. പാവങ്ങളെയും ബലഹീനരെയും ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന പ്രഭുക്കന്മാരെയും നേതാക്കന്മാരെയും പഴിച്ചുകൊണ്ടും വിധിച്ചുകൊണ്ടും അനീതിക്കെതിരായി പ്രവചിക്കുന്ന, ശബ്ദമുയർത്തുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്രകാരം ദൈവനീതിക്കും ധാർമ്മിക നീതിക്കുമെതിരായി പെരുമാറുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും നേതാക്കന്മാർക്കുമെതിരെയുള്ള വിധിയാണ് ഇസ്രായേൽ ജനത്തിൽ വിപ്രവാസത്തിന് മുമ്പ് ഉയർന്നു വന്ന പ്രവാചകന്മാർ പ്രവചിക്കുന്നതിൻ്റെ അടിസ്ഥാന വിഷയം. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പറഞ്ഞു, ദൈവം ഇസ്രായേലിനോട് പുലർത്തിയിരുന്ന ബന്ധം മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. ഇസ്രായേലിനെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും നയിക്കുകയും രക്ഷിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ അസാധാരണമായ സ്നേഹം മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. ഈ വഴിത്തിരിവിനെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ വളരെ ഹൃദയസ്പർശിയാണ്. വിപ്രവാസത്തിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ വളരെയേറെ തീഷ്ണതയോടുകൂടി, ജ്വലിക്കുന്ന ഹൃദയത്തോടുകൂടി ആ ജനത്തോട് പ്രവചിച്ചവയാണ് ഇപ്രകാരം. വിപ്രവാസത്തിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ പ്രവചിക്കുകയാണ്. ആമോസിൻ്റെ പുസ്തകം 8-ാം അധ്യായം 2-ാം വചനത്തിൽ പറയുന്നു, ഇതുവരെ ഞാൻ ദൈവത്തിൻ്റെ ജനമെന്ന് ഇസ്രായേലിനെ വിളിച്ചു. എന്നാൽ ജെറമ്യാ പ്രവാചകൻ പറയുന്നു, എ സിൻഫുൾ പീപ്പിൾ, പാപം നിറഞ്ഞ
നിഷേധം നിറഞ്ഞ ഒരു ജനത. ഇസ്രായേലിൻ്റെ മാതാപിതാക്കന്മാരാണ്, പിതാവാണ് ദൈവം. എന്നാൽ ഇസ്രായേലാകട്ടെ വഴിപിടച്ച ഒരു പുത്രനെ പോലെയാണ്. വിക്കറ്റ് സൺ, അല്ലെങ്കിൽ ഓടിപ്പോകുന്ന ദുർമാർഗിയായ ഒരു പുത്രനായി ഇസ്രായേലിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ എസക്കിയേൽ ഒരു ഇടയനായി അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇസ്രായേലാകട്ടെ തൻ്റെ ഇടയനിൽ നിന്നും ഓടിപ്പോകുന്ന ആടായി അവതരിപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ രാജാവായി അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ സമൂഹത്തെ അഴിമതി നിറഞ്ഞ ഒരു സൊസൈറ്റിയായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ സമൂഹത്തെ കറപ്ഷൻ നിറഞ്ഞ ഒരു സൊസൈറ്റിയായി അവതരിപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ ജെറമ്യാ പ്രവാചകനും എസക്കിയേൽ പ്രവാചകനും ഹോസിയ പ്രവാചകനൊക്കെ ദൈവത്തെ വിശ്വസ്തനായ ഭർത്താവായി അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ രാജ്യത്തെ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്രകാരം ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധം ശിഥിലമായി എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള പ്രതീകങ്ങളും പിക്ചറുകളും അവതരിപ്പിച്ചുകൊണ്ട് പ്രവചിച്ചവരാണ് വിപ്രവാസത്തിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പന്താവിലേക്ക്, ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് ചരിക്കാൻ പോകുന്നു. ഒരു പുതിയ സ്റ്റേജിലേക്ക് എത്തുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഫ്യൂച്ചർ, ഇസ്രായേലിന് ശിക്ഷാവിധിയുടെയും നാശത്തിൻ്റെയും കാലമാണ്. ഇതാ നാശം നിങ്ങളുടെ പടിവാതിക്കലെത്തിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു വിപ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ പൊതുവേ ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ശക്തരായ പ്രവാചകന്മാർ തീക്ഷ്ണതയോടുകൂടി, കണ്ണിൽ ജ്വലിക്കുന്ന അഗ്നിയോടുകൂടി ഇസ്രായേലിനെ പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും നേർപാതയിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചവരാണ്, ദൈവത്തിന് വേണ്ടി സംസാരിച്ചവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാം ഗണത്തിലേക്ക് നാം കാണുമ്പോൾ വിപ്രവാസ കാലത്ത് പ്രവചിച്ച പ്രവാചകന്മാരെ കാണാം. വിപ്രവാസത്തിൻ്റെ മുൻപ് പ്രവചിച്ച പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായ വിഷയങ്ങൾ ഈ പ്രവാചകന്മാർ കൈകാര്യം ചെയ്യുന്നതും പ്രവചിക്കുന്നതും നമുക്ക് കാണാം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, വിപ്രവാസത്തിലിരുന്ന ജനത്തോട് വേദനയിലും ദുഃഖത്തിലും കണ്ണുനീരിലും അസീറിയയിലും ബാബിലോണിലും ഒക്കെ വിപ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമാണ്, ശബ്ദമാണ് വിപ്രവാസകാലത്ത് പ്രവചിച്ച പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. പ്രകാരം പ്രവചിച്ച പ്രവാചകന്മാരാരായിരുന്നു എന്ന് ചോദിച്ചാൽ, പ്രധാനമായും ഏശയ്യായുടെ രണ്ടാം ഏശയ്യ എന്ന് പറയുന്ന 40 അധ്യായങ്ങൾ മുതൽ 50 അധ്യായങ്ങൾ വരെ എഴുതിയ പ്രവാചകന്മാർ, ഒബാദിയ, ജോയൽ, എസക്കിയേൽ, ബാറൂക്ക്, വിലാപങ്ങളുടെ പുസ്തകം, ദാനിയേൽ പുസ്തകത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ, ഹബക്കൂക്കിൻ്റെ ചില ഭാഗങ്ങൾ, ഈ പുസ്തകങ്ങളൊക്കെ വിപ്രവാസ കാലത്ത് എഴുതപ്പെട്ടവയും ഈ പ്രവാചകന്മാർ വിപ്രവാസ കാലങ്ങളിൽ പ്രവചനം നടത്തിയവരുമാണ്. അപ്പോൾ വിപ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാർ പറഞ്ഞതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി സംസാരിക്കുന്നതായി നമുക്ക് കാണാനാവും. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. 1, പ്രവചനങ്ങളുടെ പൂർത്തീകരണം. 2, മാനസാന്തരവും പശ്ചാത്താപവും. 3, പുനരുദ്ധാരണവും രക്ഷയും. 4, ദൈവത്തെപ്പറ്റിയുള്ള നവദർശനങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ. 5, സാർവലൗകികത. വിപ്രവാസ കാലങ്ങളിൽ പ്രവചിച്ചിരുന്ന പ്രവചനങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ടത് ഈ 5 വിഷയങ്ങളാണ്. വേദനയിലും ദുഃഖത്തിലുമായിരുന്ന ഒരു ജനത്തെ, വിശ്വാസത്തിൽ പ്രതിസന്ധി അനുഭവിച്ച ഒരു ജനത്തെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് പുതിയ പ്രതീക്ഷ നൽകുവാനുമായിരുന്നു ദൈവം പ്രവാചകന്മാരിലൂടെ ഇടപെട്ടതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഇസ്രായേൽ അനുഭവിക്കുന്ന ക്ലേശത്തിനും ദുരിതത്തിനും ദുഃഖത്തിനും ഒറ്റപ്പെടലിനും നാശത്തിനും കാരണമെന്തായിരുന്നു എന്നന്വേഷിച്ച ഇസ്രായേൽ ജനത്തോട്, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ക്ലേശം മറ്റൊന്നുമല്ല, ദൈവം വിപ്രവാസത്തിന് മുമ്പ് അരുളി ചെയ്തിരുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് എന്ന് നാം മനസ്സിലാക്കണം എന്ന് പ്രവചിക്കുന്നവരാണ് പ്രവാചകന്മാർ. ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയ്ക്കും അനീതിക്കും ദൈവം നൽകിയ ശിക്ഷണമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച പ്രതിഫലമായിരുന്നു ഈ വിപ്രവാസകാലം എന്ന് പ്രവചിക്കുകയാണ് പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ഭയപ്പെടാതെ
ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ തന്നെയാണ് നിങ്ങൾ. എന്നാൽ മറ്റൊരു രീതിയിലാണ് ദൈവം തൻ്റെ സ്നേഹം പ്രകടമാക്കുക. തൻ്റെ വാക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവം ഇസ്രായേലിൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് പ്രവചിക്കുകയാണ്. ഈ സഹനങ്ങളിൽ ഇസ്രായേൽ ചെയ്യേണ്ടത് എന്താണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. വിപ്രവാസത്തിൻ്റെ കാലത്ത് തങ്ങൾ ജീവിക്കുന്ന അസീറിയ എന്ന നാടിനോട് പുലർത്തേണ്ട സ്നേഹവും ബന്ധവും അതിനോട് കാണിക്കേണ്ട ആദരവുമൊക്കെ ഈ പ്രവാചകന്മാർ അവരെ അറിയിക്കുന്നുണ്ട്. കാരണം വിപ്രവാസത്തിലേക്ക് നിങ്ങളെ തള്ളിവിട്ട, വിപ്രവാസത്തിന് കാരണമായ അസീറിയയും ബാബിലോണൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലെ ആയുധങ്ങളാണ്. ഇസ്രായേലിനെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ദൈവം വിജാതീയ രാജാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു എന്നും അത് പ്രവചനങ്ങളുടെ പൂർത്തി ആയിരുന്നു എന്നുമുള്ള നവദർശനത്തിലേക്കും ബോധ്യത്തിലേക്കും ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, സ്ഥലത്ത് നന്മ ചെയ്യുക, പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു ചിന്ത ഇസ്രായേലിൽ പ്രബലമാകുന്നതിന് സഹായിച്ചവരാണ് പ്രവാചകന്മാർ. ഈ കാലഘട്ടത്തിൽ പ്രവചനങ്ങളുടെ ഒരു സമ്മറി, ഒരു സംഗ്രഹം നാം എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു വാക്ക് റിപ്പൻറ്റ് അഥവാ മാനസാന്തരം എന്നുള്ള വാക്കാണ്. സുബ് എന്ന ഹീബ്രു പദത്തിന് തുല്യമായ മാനസാന്തരത്തിലേക്ക് ഇസ്രായേലിനെ ക്ഷണിക്കുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ഇസ്രായേലിനെ നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അവരെ നവമായ ഒരു പുനർജീവനത്തിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അനുതാപത്തിൻ്റെ മനോഭാവവും തങ്ങൾ ചെയ്ത പാപങ്ങളെപ്പറ്റിയുള്ള ബോധ്യവും അതിനെപ്പറ്റിയുള്ള പശ്ചാത്താപവും ഉയരണമെന്ന് പ്രബോധിപ്പിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള വിളിയാണ്, ശബ്ദമാണ് ഈ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിലൂടെ കാണുന്നത്. ദൈവം ഇസ്രായേലിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ സന്നദ്ധനാണെന്നും ദൈവം മുഖം തിരിച്ചിരിക്കുന്നത് താൽക്കാലികമാണെന്നും ഇസ്രായേലിനെ പ്രബോധിപ്പിക്കുകയാണ്. ഏശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 2-ാം വചനത്തിലൊക്കെ നമുക്കിത് കാണാനാവും. ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവും ഒരു പുതിയ ജീവനുമൊക്കെ ഇസ്രായേലിന് നൽകപ്പെടും. ഒരു പ്രത്യാശയുടെ, മനസാന്തരപ്പെടുന്ന ഇസ്രായേലിന് ലഭിക്കുവാൻ പോകുന്ന നവമായ പ്രതിഫലങ്ങളുടെ ചില ചിത്രങ്ങൾ നമുക്ക് കാണാനാവും. ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ഉടമ്പടിയും ഒരു പുതിയ ജീവനും നൽകുന്ന ദൈവത്തിൻ്റെ പ്രത്യാശ നിറഞ്ഞ അരുളപ്പാടുകൾ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിലും എസക്കിയേലിൻ്റെ പ്രവചനങ്ങളിൽ 36-37 അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാനാവും. അസ്ഥികളുടെ താഴ്വര പോലെ വരണ്ടുണങ്ങിപ്പോയ ഇസ്രായേലിന് പുതുജീവൻ നൽകുന്ന ദൈവമാണ്, പുനരുദ്ധാരണം നൽകുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിനുള്ളത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ, വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രത്യാശ നൽകുന്ന ദൈവം ഇവരുടെ പുനരുദ്ധാരണത്തെപ്പറ്റി വളരെ വ്യക്തമായി നൽകുന്ന സൂചനകൾ പ്രവാസകാലത്ത് പ്രവചിച്ച പ്രവചനങ്ങളിൽ നമുക്ക് കാണാനാവും. ജെറമിയായുടെ പുസ്തകത്തിലും ആമോസിൻ്റെ പുസ്തകത്തിലുമൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് വിവരിക്കുന്നുണ്ട്. നട്ടുവളർത്താനും പണിതുയർത്താനും എന്നുള്ള വാക്ക്. ഇസ്രായേൽ വീണ്ടും നട്ടുവളർത്തപ്പെടും, ഇസ്രായേൽ വീണ്ടും പണിതുയർത്തപ്പെടുമെന്നുള്ള പ്രത്യാശ നിറഞ്ഞ രക്ഷയുടെ പ്രവചനങ്ങൾ നൽകുന്നത് ഈ കാലഘട്ടങ്ങളിലാണ്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ പ്രവചന ഗ്രന്ഥങ്ങളിലെ ഏറ്റവും മനോഹരമായ ഒരു വിഷയമാണ്, ഒരു തീമാണ് ഈ നട്ടുവളർത്തുകയും പുനരുദ്ധരിക്കുകയും ചെയ്യുന്ന ദൈവം, റീബിൽഡ് ആൻഡ് റീപ്ലാന്റ് എന്നുള്ള വാക്ക്. ഇസ്രായേലിനെ ദൈവം ശിക്ഷിച്ചുവെങ്കിലും അല്ലെങ്കിൽ അവനെ പ്രഹരിച്ചുവെങ്കിലും ദൈവം വച്ചുകെട്ടുന്നവനാണ്, ദൈവം മുറിവുണക്കുന്നവനാണ്, റീസ്റ്റോർ ചെയ്യുന്നവനാണ് എന്നുള്ളൊരു ചിന്തയും ഒരു പ്രത്യാശയും ഇസ്രായേലിൽ ഉണർത്തിയത് ഈ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവാചകന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനോട് ചേർന്ന് ഉയർന്നു വന്ന മറ്റൊരു ചിന്തയാണ് ദൈവത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ ദൗത്യത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ ഇടപെടലിനെ പറ്റിയുമുള്ള ഒരു പുതിയ കാഴ്ചപ്പാട്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു സാർവലൗകികത. ഇതുവരെ ഇസ്രായേൽ മനസ്സിലാക്കിയിരുന്ന ദൈവസങ്കല്പത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലിൽ നിന്ന് വ്യത്യസ്തമായൊരു ദർശനം ഇസ്രായേലിന് ലഭിക്കുകയാണ്. ദൈവമാണ് സർവശക്തൻ. ആ സർവശക്തനായ ദൈവം ഇസ്രായേലിനെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ലോകം മുഴുവനെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ഇസ്രായേലിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ
മറ്റു രാജ്യങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. സാർവലൗകികമായ ഒരു സ്നേഹത്തെപ്പറ്റിയുള്ള, ദൈവസ്നേഹത്തെപ്പറ്റിയുള്ള ഒരു നവമായ കാഴ്ചപ്പാട് ഇസ്രായേലിന് ലഭിക്കുന്നതിന് ഈ പ്രവചനങ്ങൾ ഇസ്രായേലിനെ സഹായിച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശാലമായ സ്നേഹത്തെപ്പറ്റി പ്രവചിക്കുകയായിരുന്നു ഈ പ്രവചന കാലഘട്ടങ്ങളിലുള്ള പ്രവാചകന്മാർ. ഇസ്രായേലിനെ വിദേശ രാജ്യങ്ങളിലേക്ക് നാടുകടത്തപ്പെട്ടതിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ആ നാടുകളിലുള്ള ജനവും ദൈവത്തെ അറിയണം. ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിയുവാൻ അവരുടെ നാടുകടത്തൽ കാരണമായി തീരും. അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവം എല്ലാ ജനതയുടെയും ദൈവമായി തീരണമെന്ന ദൈവത്തിൻ്റെ ലക്ഷ്യം ഇതോടുകൂടി പൂർത്തിയാകുന്നു എന്നൊരു വലിയ ദർശനം ഈ പ്രവാചകന്മാർ നൽകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ദൈവം ബാബിലോണിയൻ ദൈവത്തെക്കാളും മറ്റു മതങ്ങളിലെ ദൈവത്തെക്കാളും ശക്തനായ ഒരു ദൈവമാണ്. ഒരു ട്രാൻസെൻഡൻറ്റ് അല്ലെങ്കിൽ അതിഭൗമികമായ ഒരു ദൈവത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടൊക്കെ വളർന്നു വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. എസക്കിയേലിൻ്റെയും ദാനിയേലിൻ്റെയും ഒക്കെ പ്രവചനങ്ങൾ ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണത്തെപ്പറ്റിയും കൂടെ നടക്കുന്ന ഒരു ദൈവത്തെപ്പറ്റിയുള്ള, കൂടെ വസിക്കുന്ന, ക്ലേശത്തിൻ്റെ ജലവും അപ്പവും നന്നാലും ദൈവത്തിൻ്റെ സാമീപ്യം കൂടെയുണ്ടോ എന്നുള്ള പുതിയ പ്രത്യാശയുടെയും ഉണർവിൻ്റെയും പ്രവചനമായിരുന്നു ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. പ്രകാരം വലിയ പ്രത്യാശ നൽകിക്കൊണ്ട് ഇസ്രായേലിന് പുതുജീവൻ ഉണർത്തുന്ന പ്രവചനങ്ങളാണ് വിപ്രവാസ കാലഘട്ടങ്ങളിൽ നടത്തുന്ന പ്രവചനങ്ങളിൽ പൊതുവെ നാം വായിക്കുക. അങ്ങനെ വിപ്രവാസത്തിന് ശേഷം, നീണ്ട വർഷങ്ങളിലെ, നൂറ്റാണ്ടുകളിലെ വിപ്രവാസത്തിന് ശേഷം ഇസ്രായേൽ തിരിച്ചു വരുന്ന ഒരു ചരിത്രം നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണുകയുണ്ടായി. പേർഷ്യ രാജാവായ സൈറസിൻ്റെ ബാബിലോണിന് മേലുള്ള വിജയാധിപത്യത്തിന് ശേഷം ഇസ്രായേലിന് വിപ്രവാസത്തിൽ നിന്ന് തിരിച്ചു പോരാൻ സാധിച്ചു എന്ന് നാം മനസ്സിലാക്കിയപ്പോൾ, ഇസ്രായേലിൻ്റെ തിരിച്ചുവരവിൻ്റെ കാലഘട്ടങ്ങളിൽ പ്രവചനം നടത്തിയവരാണ് വിപ്രവാസാനന്തരം പ്രവചനം നടത്തിയ പ്രവാചകന്മാർ. പേർഷ്യൻ രാജാവ് സൈറസ് ഇസ്രായേലിനെ മോചിപ്പിക്കുകയും അവർക്ക് മതസ്വാതന്ത്ര്യം നൽകുകയും അവർക്ക് ജെറുസലേമിലേക്ക്, അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുകയും ചെയ്തപ്പോൾ അനേക പ്രവാചകന്മാർ ഇസ്രായേലിലുണ്ടായി. അങ്ങനെ നാടുകടത്തപ്പെട്ട നാട്ടിൽ നിന്നും, ബാബിലോണിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രവാചക ഗ്രന്ഥങ്ങളാണ്, പ്രവചനം നടത്തിയ പ്രവാചകന്മാരാണ് സക്കറിയ, ഹാഗായി, മലാക്കി, മൂന്നാം യേശയ്യ. ഈ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവാചകന്മാരുടെ ചിന്തകൾ വിപ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാരിൽ നിന്നും, വിപ്രവാസ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവാചകന്മാരിൽ നിന്നും കുറേ വ്യത്യസ്തമായി നമുക്ക് മനസ്സിലാക്കാനും കാണാനും സാധിക്കും. വിപ്രവാസ കാലഘട്ടത്തിന് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാർ പ്രധാനമായും അടിസ്ഥാനപരമായും ഇസ്രായേലിനുണ്ടാകാൻ പോകുന്ന വലിയ നാശത്തെയും ഡിസാസ്റ്ററിനെയും പറ്റി സംസാരിക്കുമ്പോൾ, വിപ്രവാസ അനന്തരം പ്രവചിക്കുന്ന പ്രവാചകന്മാർ പ്രധാനമായും പറയുന്നത് വിപ്രവാസത്തിലുണ്ടാകുന്ന സഹനത്തെ പറ്റിയല്ല, മറിച്ച് അവർക്ക് പുതിയ പ്രത്യാശയും പുതിയ ഉണർവും നൽകുന്ന ഒരു മനോഭാവത്തോടുകൂടി പ്രവചിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിപ്രവാസത്തിനും മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ ജഡ്ജ്മെൻറ്റിനെ അല്ലെങ്കിൽ വിധിയെപ്പറ്റി സ്ഥാപിക്കുകയും പ്രവചിക്കുകയും വാണിംഗ് നൽകുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, വിപ്രവാസാനന്തരം പ്രവചിക്കുന്ന പ്രവാചകന്മാർ പൊതുവെ സംസാരിക്കുന്നത് അനുഗ്രഹത്തെപ്പറ്റിയും രക്ഷയെപ്പറ്റിയുമാണ്. ദൈവം ഇസ്രായേലിനെ എങ്ങനെയാണ് വീണ്ടും അനുഗ്രഹിക്കാൻ പോകുന്നത്, രക്ഷിക്കാൻ പോകുന്നത്, വിപ്രവാസാനന്തരം അവരെങ്ങനെയാണ് ദൈവജനമായി വീണ്ടും രൂപപ്പെടാൻ പോകുന്നത് എന്നുള്ള പ്രത്യാശയുടെ ചിന്തകൾ നൽകുന്ന പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാസത്തിന് മുമ്പുള്ള പ്രവാചകന്മാർ ഇവരുടെ ദുഷ്ടതയെയും അനീതിയെയും ധർമ്മമില്ലായ്മയെയും പറ്റി പ്രവചിക്കുമ്പോൾ, അവരുടെ നാശത്തെപ്പറ്റി ഉള്ള പ്രവചനങ്ങൾ നടത്തുമ്പോൾ, വിപ്രവാസാനന്തരമുള്ള പ്രവാചകന്മാർ ഇസ്രായേലിന് കംഫർട്ട് നൽകുകയും കൺസോലേഷൻ നൽകുകയും ചെയ്യുകയാണ്. അവർക്ക് ആശ്വാസവും അവർക്ക് സ്നേഹവും ഊഷ്മളതയും നൽകുന്ന പ്രവാചകന്മാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആശ്വാസവും സംരക്ഷണവും നൽകുന്ന പ്രവചനങ്ങൾ, അല്ലെങ്കിൽ ദൈവം ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമായി, അവരുടെ സഹനങ്ങളിൽ അവരെ വച്ചുകെട്ടുന്ന, അവരെ മുറിവുണക്കുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന സൗമ്യനായ ഒരു ദൈവത്തെപ്പറ്റി നമുക്ക് കാണാനായിരിക്കും സാധിക്കും. വിപ്രവാസത്തിന് മുമ്പ് കോപിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റിയാണ്, ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റിയാണ്
ശപിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പ്രവാസാനന്തരം അനുഗ്രഹിക്കുന്ന ഊഷ്മളനായ സൗമ്യനായ ഒരു ദൈവത്തെപ്പറ്റി പ്രവചിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിക്ഷയെപ്പറ്റി പ്രവചിക്കുന്ന പ്രവാചകന്മാർ വിപ്രവാസത്തിന് മുമ്പ് ഇസ്രായേലിനും യൂദയായ്ക്കുമെതിരായി നാശവും ശാപവും നഷ്ടവുമൊക്കെ പ്രവചിക്കുന്നുവെങ്കിൽ വിപ്രവാസത്തിന് ശേഷം പ്രവചിക്കുന്ന പ്രവാചകന്മാർ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമായി അവതരിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിപ്രവാസത്തിന് മുമ്പ് ശിക്ഷയും നാശവും ഇസ്രായേലിനും യൂദയായ്ക്കെതിരായി പ്രവചിക്കുന്ന പ്രവാചകന്മാർ വിപ്രവാസാനന്തരം അത് ഇസ്രായേലിനെ ശിക്ഷിക്കുന്ന, ഇസ്രായേലിനോട് ശത്രുത പുലർത്തുന്ന രാജ്യങ്ങൾക്ക് നൽകുന്നതായും പ്രവചിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം വ്യത്യസ്ത തലത്തിലുള്ള വിപ്രവാസ അനുഭവങ്ങളെയാണ് നമുക്ക് കാണാനാവുക. ഈ കാലഘട്ടത്തിലാണ് ഇസ്രായേലിൻ്റെ ദേവാലയവും ഇസ്രായേലിൻ്റെ രാജ്യത്തിൻ്റെ സമൃദ്ധിയും രാജാക്കന്മാരും എല്ലാ സംവിധാനങ്ങളും തകർന്നു പോവുകയും ഇസ്രായേലിന് ദൈവത്തെ പറ്റിയുള്ള ഒരു നവമായ കാഴ്ചപ്പാട് പ്രവാചകന്മാർ നൽകുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് അപ്പോക്കാലിപ്റ്റിക് അഥവാ യുഗാന്ത്യോന്മുഖ പ്രത്യാശ, ഒരു പുതിയ യുഗത്തെ പറ്റിയുള്ള പ്രത്യാശ ഇസ്രായേലിന് നൽകുന്നത്. മാനസാന്തരത്തിലൂടെയും അനുതാപത്തിലൂടെയും ധർമ്മനിഷ്ഠതയിലൂടെയും ശുദ്ധതയിലേക്കും നന്മയിലേക്കും കടന്നു വരുന്ന ഒരു ദൈവം, ആരാധനകൾ കുറെ കൂടി ആന്തരികമായി മാറ്റുന്നതിന് ക്ഷണിക്കുന്ന പ്രവചനങ്ങൾ, യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്ന ഒരു നവയുഗത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ നവമായ വെളിപ്പെടുത്തലിനെ പറ്റിയുള്ള ചില ചിന്തകൾ, സക്കറിയായുടെ പ്രവചനങ്ങൾ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലൊക്കെ ഈ നവമായ ഭാവിയെ പറ്റിയുള്ള ചിന്തകൾ നമുക്ക് കാണാനാവും. ഏശയ്യാ പ്രവചനത്തിൻ്റെ 3-ാം പുസ്തകത്തിലൊക്കെ ഒരു പുതിയ ആകാശത്തെപ്പറ്റിയും ഒരു പുതിയ ഭൂമിയെപ്പറ്റിയുമുള്ള, ഒരു പുതിയ ആകാശത്തെപ്പറ്റിയും ഒരു പുതിയ ഭൂമിയെപ്പറ്റിയുമുള്ള ദർശനങ്ങൾ നമുക്ക് വായിക്കാനാവും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു നവ ഉടമ്പടിയെപ്പറ്റി മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു പുതിയ ഭാവിയെപ്പറ്റി പ്രവചിക്കുന്ന പ്രവാചകന്മാരാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് ലഭിക്കാനിരിക്കുന്ന പുതിയ ഭാവിയുടെ പിക്ചറാണ് ഈ പ്രവചനങ്ങളിൽ നമുക്ക് കാണാനാവും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഈ നവമായ പ്രവാചകന്മാർ ഇസ്രായേൽ എന്ന പുതിയ കമ്മ്യൂണിറ്റിയുടെ, പുതിയ രാജ്യത്തിൻ്റെ നവശില്പികളായിട്ടാണ് അവതരിക്കപ്പെട്ടിരിക്കുന്നതും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. വിപ്രവാസാനന്തരം പ്രവചിച്ച പ്രവാചകന്മാർ ഇസ്രായേൽ എന്ന സമൂഹത്തിൻ്റെ നവശില്പികളായി മാറുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരാണ് ദേവാലയത്തിൻ്റെയും ജെറുസലേം നഗരത്തിൻ്റെയും നവീകരണത്തിന് മുന്നിട്ട് നിന്ന പ്രവാചകന്മാരായ സക്രിയായും ഹാഗായും ഒക്കെ. അങ്ങനെ വിപ്രവാസത്തിൻ്റെ അനുഭവങ്ങൾ, കൈപ്പേറിയ കാസ കുടിച്ച ജനം തിരിച്ചെത്തുമ്പോൾ അവർക്ക് ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് നേതാക്കന്മാരായി നിന്നവരായിരുന്നു വിപ്രവാസത്തിന് ശേഷം വന്ന പ്രവാചകന്മാർ. ഹാഗായുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വചനവും സക്രിയായുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങളൊക്കെ ഇതിന് സൂചനകളും സാക്ഷ്യങ്ങളുമാണ്. അങ്ങനെ നവയുഗത്തിൻ്റെ ചിന്തയിലേക്കും നവദർശനത്തിലേക്കും പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് എ ന്യൂ ഏജ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഒരു പുതിയ ദിവസം എന്ന ചിന്ത ഇസ്രായേലിൽ പ്രബലപ്പെടുന്നതിന് ഈ പ്രവചന കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ ഇസ്രായേലിനെ സഹായിച്ചു. ദൈവത്തിൻ്റെ ദിവസം വരുന്നത് കാണുവാൻ കാത്തിരിക്കുവാൻ ദൈവജനത്തെ ഈ പ്രവാചകന്മാർ പ്രചോദിപ്പിച്ചു. ആ നവയുഗമാണ് പിന്നീട് ക്രിസ്തുവിലൂടെ പൂർത്തിയാകാനിരിക്കുന്ന നവയുഗത്തെപ്പറ്റിയുള്ള ചിന്തകൾ ഈ പ്രവാചകന്മാർ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സക്കറിയ പ്രവചനത്തിൽ പ്രത്യേകമായും മലാക്കിയുടെ പ്രവചനത്തിൽ പ്രത്യേകമായും വരാനിരിക്കുന്ന രക്ഷകനെ പറ്റിയുള്ള ഒരു ചിന്തകൾ കൂടുതൽ പ്രബലപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ മിശിഹാനിക് ഏജിനെ പറ്റി, ഇസ്രായേൽ എല്ലാത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു മിശിഹ യുഗത്തെപ്പറ്റി, നവമായ ദർശനങ്ങളോട് കൂടിയുള്ള ഒരു മിശിഹ യുഗത്തെപ്പറ്റിയുള്ള ചിന്തകൾ പൂർത്തിയാകുന്നത് ഈ പ്രവാചകന്മാരുടെ കാലഘട്ടത്തോടു കൂടിയാണ്. ഇപ്രകാരം നാം പ്രവചന ഗ്രന്ഥങ്ങൾ പൊതുവായി എടുക്കുകയാണെങ്കിൽ 3 ഗണത്തിൽ വിപ്രവാസത്തിന് മുമ്പും വിപ്രവാസ കാലത്തിലും വിപ്രവാസാനന്തരവുമുള്ള കാലഘട്ടങ്ങളിലെ പ്രവചനങ്ങൾ വ്യത്യസ്തമായ ചില മുഖങ്ങൾ നമുക്ക് നൽകുമ്പോൾ ദൈവാനുഭവത്തിൻ്റെയും ദൈവിക അരുളപ്പാടിൻ്റെയും വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് നൽകപ്പെടുമ്പോൾ ഇന്നും കാലിക പ്രസക്തമായ ഈ പ്രവചന ഗ്രന്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും ദൈവാനുഭവത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ തുറക്കുന്നതിനും രക്ഷയുടെയും പ്രതീക്ഷയുടെയും
പുതിയ ചക്രവാളങ്ങൾ തുറക്കുന്നതിനും ക്രിസ്തുവിൽ പൂർണ്ണമാകുന്ന ഈ പുതിയ യുഗം ഇന്നും നമ്മൾ ജനിക്കുന്നതിനും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.